നമ്മുടെ നബിയുടെ ജനാസ് അങ്ങനെ നടന്നില്ല. അല്ലാഹു അക്ബർ. പിന്നിൽ വെള്ള വസ്ത്രം. നിങ്ങളുടെ ചാർപ്പായക്കടുത്ത് സഹാബാക്കൾ നിൽക്കുമായിരുന്നു. അതാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. നിങ്ങൾ പറഞ്ഞത്, ആദ്യം ജിബ്രീൽ, മികായിൽ എന്നിവർ എൻ്റെ മേൽ ദരൂദ് സലാം പറയും. അതിനുശേഷം ഏഴാമത്തെ ആകാശത്തിലെ ഫെറിഷ്താക്കൾ ഓരോരുത്തരായി വരും. അവർ പോയ ശേഷം ആദ്യം എൻ്റെ കുടുംബം, അഹ്ലുൽ ബൈത്ത് പുരുഷന്മാർ എൻ്റെ മേൽ സലാം പറയും. പിന്നെ അവരുടെ സ്ത്രീകൾ സലാം പറയും. പിന്നെ അവരുടെ കുട്ടികൾ വരും. അവരുടെ ദാസികളും ദാസന്മാരും വരും. അതിനുശേഷം മുഹാജിറുകൾ, മക്കയിലെ ഖുറൈശ് വരും. പിന്നെ അവരുടെ സ്ത്രീകൾ വരും. അവരുടെ കുട്ടികൾ വരും. അവരുടെ ദാസികളും ദാസന്മാരും വരും. അതിനുശേഷം മദീനക്കാരും വരും. പിന്നെ മദീനയിലെ സ്ത്രീകളും വരും. അവരുടെ ദാസികളും ദാസന്മാരും വരും. അതിനുശേഷം എന്നെ നിങ്ങൾ അല്ലാഹുവിന് സമർപ്പിക്കുക. പിന്നെ നിങ്ങൾ ഒരുപാട് അത്ഭുതകരമായ ഒരു കാര്യം പറഞ്ഞു, ആരും പറഞ്ഞിട്ടില്ലാത്തത് പറഞ്ഞു. എൻ്റെ ശേഷം എൻ്റെ ഉമ്മത്തിന് എൻ്റെ സലാം പറയുക. അവർക്കു പറയുക, അവരുടെ ശേഷം വരുന്നവർക്കും എൻ്റെ സലാം പറയാൻ. ഇങ്ങനെ എൻ്റെ സലാം ഖിയാമത്ത് വരെ എത്തിക്കണമെന്ന് അല്ലാഹുവിൻ്റെ നബി പറഞ്ഞു. ഓരോ വരുന്ന ഉമ്മത്തും ഓരോ പുതിയ തലമുറയും അടുത്ത തലമുറയിലേക്ക് ആ നബിയുടെ സലാം എത്തിച്ചു. നിങ്ങളുടെ വിടവാങ്ങലിന് 5 ദിവസം ബാക്കിയായിരുന്നു. നിങ്ങൾ പറഞ്ഞു, എനിക്ക് 7 കിണറുകളുടെ വെള്ളത്തിൽ ചെയ്യിക്കൂ. 7 കിണറുകളിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നു, പാത്രങ്ങളിൽ നിറച്ച്. ഹസ്രത്ത് ആയിഷയുടെ വീട്ടിൽ കുളിക്കാൻ പറ്റിയ ടബ് ഇല്ലായിരുന്നു. അതിനാൽ ഹസ്രത്ത് ഹഫ്സയുടെ വീട്ടിൽ നിന്ന് ടബ് കൊണ്ടുവന്നു. നിങ്ങൾ അതിൽ ഇരുന്നു. തൈമത്ത് കെട്ടിയിരുന്നു. കുർത്ത ഉരിഞ്ഞു. 7 കിണറുകളുടെ വെള്ളം നിങ്ങളുടെ മേൽ ഒഴിച്ചു. കുറച്ച്. അതിനാൽ പനി കുറച്ചു. തലവേദന കാരണം ചുവപ്പ് നിറത്തിലുള്ള പെട്ടി തലയിൽ കെട്ടി. അതിനുശേഷം ഹസ്രത്ത് അലി, ഫദൽ ബിൻ അബ്ബാസ് എന്നിവരുടെ തോളിൽ ആശ്രയിച്ച് നിങ്ങൾ മസ്ജിദിലേക്ക് വന്നു. മിമ്പറിൽ ഇരുന്നു. പറഞ്ഞു, ജനങ്ങളെ, എൻ്റെ പോകാനുള്ള സമയം എത്തിയിരിക്കുന്നു. ഞാൻ ആരോടെങ്കിലും അന്യായം ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരെയെങ്കിലും തല്ലിയിട്ടുണ്ടെങ്കിൽ, ആരെയെങ്കിലും ചാവിട്ടിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും അവകാശം നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ജീവനും സമ്പത്തും കൊണ്ടു ഇവിടെ സന്നദ്ധനാണ്. എന്നോട് അതിൻ്റെ പകരം ഈ ലോകത്തു തന്നെ വാങ്ങിക്കോളൂ. അന്ത്യത്തിൽ എൻ്റെ വിരുദ്ധമായി ആരും ഒരു പരാതി ഉന്നയിക്കരുത്. ഞാൻ അന്ത്യത്തിലെ കണക്കെടുപ്പ് സഹിക്കാനാവില്ല. ആരുടെ മുഖ്യത്തിൽ ആളുകളുടെ കണക്കെടുപ്പ് മാപ്പാകുമോ? ആരുടെ ശിഫായത്തിലൂടെ ആളുകൾ കണക്കില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുമോ? ആ നബി കരഞ്ഞുകൊണ്ട് പറയുന്നു, ഞാൻ അന്ത്യത്തിലെ കണക്കെടുപ്പ് സഹിക്കാനാവില്ല. അതുകൊണ്ട് എല്ലാ സഹാബാക്കളും കരയാൻ തുടങ്ങി. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ വാക്ക് ആവർത്തിച്ചു. ആരും എഴുന്നേറ്റില്ല. പിന്നെ നിങ്ങൾ ജുഹർ നമസ്കരിച്ചു. ജുഹറിന് ശേഷം വീണ്ടും മിമ്പറിൽ വന്നു പറഞ്ഞു, ജനങ്ങളെ, ഇവിടേക്ക് തന്നെ എന്നോട് കണക്ക് തീർക്കൂ. പിന്നെ ചെയ്യേണ്ടതില്ല. പറയൂ, ഞാൻ ആരുടെയെങ്കിലും അവകാശം നൽകേണ്ടതുണ്ടോ? ഒരു സഹാബി എഴുന്നേറ്റു. യാ റസൂൽ അല്ലാഹ്, നിങ്ങൾക്ക് എൻ്റെ 3 രൂപ നൽകേണ്ടതുണ്ട്, 3 ദിർഹം. അതിനാൽ നിങ്ങൾ പറഞ്ഞു, നൽകേണ്ടതായിരിക്കും തീർച്ച. പക്ഷേ എനിക്ക് ഓർമ്മയില്ല. പറയൂ, എങ്ങനെ നൽകണം? യാ റസൂൽ അല്ലാഹ്, നിങ്ങളുടെ അടുത്ത് ഒരു സഹിൽ വന്നു. അവൻ നിങ്ങളോട് ചോദിച്ചു. നിങ്ങളുടെ അടുത്ത് ഒന്നുമില്ലായിരുന്നു. അതിനാൽ നിങ്ങൾ എന്നോട് ചോദിച്ചു, നിന്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് 3 ദിർഹം ഉണ്ടായിരുന്നു. ഞാൻ നൽകി. നിങ്ങൾ പറഞ്ഞു, നീ കൊടുക്കൂ, ഞാൻ പിന്നീട് തിരികെ നൽകാം. ഓർമ്മയെത്തി. എൻ്റെ വീട്ടിലും നബിയുടെ വീട്ടിലും എന്ന പോലും ഇല്ല. ഒരു ചിറകു വിളക്ക് കത്തിക്കാൻ പോലും. പണം എവിടെ നിന്ന് വരും? അപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ കസിന് ഫദൽ ബിൻ അബ്ബാസ് നിന്നു. നിങ്ങൾ ചോദിച്ചു, ഫദൽ, എൻ്റെ കടം നീ ഏറ്റെടുക്കുമോ? ആർക്ക് വേണ്ടി ഈ സൃഷ്ടി അലങ്കരിക്കപ്പെട്ടുവോ? സ്വർഗത്തിൻ്റെ താക്കോലുകൾ നൽകപ്പെട്ടവനോ? പോകുമ്പോൾ 3 രൂപ നൽകാൻ പോലും ധൈര്യം ഉണ്ടായിരുന്നില്ല. ഫദൽ, എൻ്റെ കടം നീ ഏറ്റെടുക്കുമോ? അതെ, ഞാൻ എൻ്റെ ഉത്തരവാദിത്വത്തിൽ എടുക്കുന്നു. അവനിൽ നിന്ന് വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. നിങ്ങൾ വീട്ടിലേക്ക് പോയി. നമസ്കാരത്തിന് വരികയായിരുന്നു. നമസ്കാരം ചെയ്യുക. വ്യാഴാഴ്ച ഇശാ നമസ്കാരം നയിക്കാൻ എഴുന്നേറ്റു. എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. വീണു. വീണ്ടും എഴുന്നേൽക്കാൻ ശ്രമിച്ചു. കഴിഞ്ഞില്ല. വീണു. വീണ്ടും എഴുന്നേൽക്കാൻ ശ്രമിച്ചു.
കഴിഞ്ഞില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞു, അബൂബക്കറോട് പറയൂ നമസ്കാരം നയിക്കട്ടെ. ഇശാ നമസ്കാരത്തിൽ അബൂബക്കർ കുറച്ച് പിന്നിൽ നിന്നു, ഉമർ മുന്നിൽ നിന്നു. ആളുകൾ പറഞ്ഞു, നമസ്കാരം നയിക്കണം, ആരെങ്കിലും നയിക്കട്ടെ. അപ്പോൾ അവർ ഹസ്രത്ത് ഉമറിനെ മുന്നിൽ കൊണ്ടുവന്നു. അദ്ദേഹം പറഞ്ഞു, അല്ലാഹു അക്ബർ. ഹസ്രത്ത് ഉമറിന്റെ തക്ബീർ കേട്ടപ്പോൾ നിങ്ങൾ അകത്തുനിന്ന് ഉച്ചത്തിൽ പറഞ്ഞു, ഉമറിനെ പിന്നിലേക്ക് മാറ്റൂ, അബൂബക്കറിനെ മുന്നിലേക്ക് കൊണ്ടുവരൂ. എൻ്റെ റബ്ബിൻ്റെ ആജ്ഞയാണ്, എൻ്റെ മസല്ലയിൽ അബൂബക്കറിനെ ഒഴികെ മറ്റാരും നിൽക്കാൻ കഴിയില്ല. വ്യാഴാഴ്ചയുടെ ഇഷ, വെള്ളി, ശനി, ഞായർ 12 നമസ്കാരങ്ങൾ, തിങ്കളാഴ്ച ഫജ് ചേർത്ത് 16, വ്യാഴാഴ്ചയുള്ള 17. ആ 17 നമസ്കാരങ്ങൾ അബൂബക്കർ നയിച്ചു. എൻ്റെ നബിയുടെ സാന്നിധ്യത്തിൽ ആഴ്ചയിലെ ദിവസം ദുഹർ അല്ലെങ്കിൽ അസർ സമയത്ത് നിങ്ങൾ അലി, ഫദൽ ബിൻ അബ്ബാസ് എന്നിവരുടെ തോളിൽ കൈവച്ച് മസ്ജിദിലേക്ക് പ്രവേശിച്ചു. അബൂബക്കർ നമസ്കാരം നയിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി അല്ലാഹുവിൻ്റെ നബി വരുന്നു എന്ന്. അബൂബക്കർ പിന്നിലേക്ക് മാറാൻ തുടങ്ങി, മസല്ലയിൽ നിന്നു മാറാൻ. അപ്പോൾ നിങ്ങൾ കൈയാൽ ഇങ്ങനെ സൂചിപ്പിച്ചു, നിൽക്കൂ, മാറേണ്ട, നിൽക്കൂ. അപ്പോൾ അദ്ദേഹം വീണ്ടും മുന്നിലേക്ക് മസല്ലയിൽ എത്തി. നിങ്ങൾ വന്നു, അബൂബക്കറുടെ കൂടെ ഇടതുവശത്ത് ഇരുന്നു. ദുഹർ അല്ലെങ്കിൽ അസർ 4 റകാത്ത് നമസ്കാരം അബൂബക്കറുടെ ഇമാമതയിൽ നിർവഹിച്ചു. അതായിരുന്നു നിങ്ങളുടെ അവസാനത്തെ നമസ്കാരം മസ്ജിദിനകത്ത് ഉമ്മത്തോടൊപ്പം. അതിനുശേഷം